ഹലോ, ഇന്ന് കസ്റ്റമറെ തലേക്കൊക്കെ വെള്ളം ചാടുന്നുണ്ട് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഈ എ സിയിൽ വെള്ളം ഇട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളുള്ളൂ. ഒന്ന് ഡ്രെയിൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഐസ് ആവുക. ഇവിടുത്തെ കാരണം സിസ്റ്റം ഫുള്ള് ബ്ലോക്ക് ആയതാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലത്തെ ഡ്രെയിനേജ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വരെ കച്ചറ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ ഡ്രെയിൻ പൈപ്പ് ഊരി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കച്ചറ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത്രയും കച്ചറ ഉണ്ടെങ്കിൽ ഈ എ സി എന്തായാലും വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യണം. പക്ഷേ ഇവിടെ ഞാൻ കെമിക്കൽ യൂസ് ആക്കുന്നുണ്ടോ. പിന്നെ ഈ കെമിക്കൽ ഞാൻ യൂസ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്നിൽ ഒരു ഭാഗം വെള്ളവും ബാക്കി രണ്ട് ഭാഗവും കെമിക്കൽ. ഇങ്ങനെ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടാൻ തുടങ്ങി. ഇത് കണ്ടില്ലേ, ഈ കച്ചറൊക്കെ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നതാണ്. ഇത് എ സി വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോയി ഡ്രെയിനേജിൻ്റെ അവിടെ പോയി ബ്ലോക്ക് ആവും. അപ്പോൾ ആദ്യം തന്നെ കിട്ടുന്ന കച്ചറ മാക്സിമം കൈകൊണ്ട് തന്നെ എടുത്ത് പിന്നെ ഡ്രെയിനേജിൻ്റെ പൈപ്പും ഡ്രെയിനേജും ശരിയാക്കിയ ശേഷമാണ് ഞാൻ സർവീസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് കണ്ടില്ലേ, അത്യാവശ്യം ചളി എ സിയിലുണ്ട്. എവിടെയാണോ കച്ചറ ഉള്ളത് അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ കെമിക്കൽ അടിക്കൽ. പിന്നെ കെമിക്കൽ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നല്ലോണം എ സി വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യണം. ഏകദേശം 2 മിനിറ്റ് കൊണ്ട് നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നത് എ സിയിൽ നല്ല കച്ചറുള്ളതുകൊണ്ട് തന്നെ കേട്ടോ. നമ്മൾ രണ്ട് ഭാഗത്തു നിന്നും കെമിക്കൽ അപ്ലൈ ഇതേപോലെ നല്ല രീതിയിൽ പ്രഷർ കൊടുത്തിട്ടാണ് ഞാൻ എ സി ക്ലീൻ ചെയ്യൽ. എത്രത്തോളം വൃത്തിയാക്കാൻ കഴിയുമോ അത്രത്തോളം ഞാൻ വൃത്തിയാക്കലുണ്ട്. അത് ഇനി എത്ര ടൈം എടുത്താലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഈ എ സി നിർത്തി വെള്ളം അടിക്കണം. എന്താണെന്ന് വെച്ചാൽ ഓവറായി കഴിഞ്ഞാൽ വെള്ളം പുറത്തോട്ട് ചാടും. ഇതാണ് ടൈം എടുത്ത് ചെയ്തുള്ള റിസൾട്ട് കിട്ടുക. അപ്പോൾ എ സിൻ്റെ സർവീസും കഴിഞ്ഞ് വെള്ളത്തിൻ്റെ പ്രശ്നം കഴിഞ്ഞ്. ഇനി അടുത്ത കംപ്ലൈൻ്റ് ആയിട്ട് വരാം.